സിപിഎമ്മിന് വേണ്ടി ജീവൻ കൊടുത്തൊരു മനുഷ്യന്റെ പേരിൽ പിരിച്ച പണം മുക്കി എന്ന ആരോപണം പാർട്ടി ബന്ധുക്കൾക്ക് വേദനയായി നിൽക്കുമ്പോഴാണ് ആ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. മൂന്നേ സംഖ്യകൾ, ആ പിരിച്ച പണമെത്ര, കൊടുത്ത പണമെത്ര, ബാക്കിയെത്ര എന്ന് ഈസിയായി പൊളിക്കാവുന്ന ആരോപണം. ബാക്കിയൊക്കെ പറഞ്ഞ് അതുമാത്രം പറയാത്ത ഉരുണ്ടുകളിയിൽ കമ്മ്യൂണിസ്റ്റ് വയോധികൻ പേടിക്കാതെ പറഞ്ഞ രേഖാമൂലം ആക്ഷേപങ്ങൾ പ്രസക്തമായി നിൽപ്പാണ്. പണം പിരിച്ചത് പൊതുജനത്തോടാണെങ്കിലും ആ ജനത്തെ കണക്ക് ബോധ്യപ്പെടുത്താൻ സൌകര്യമില്ലെന്നും ഏതോ കീഴ്വഴക്ക വിരുദ്ധം എന്നൊക്കെ ഉടായ്പ് ന്യായങ്ങൾ പൊളിഞ്ഞു വീഴും. ഇന്നല്ലെങ്കിൽ നാളെ ആ കാണാതായ ലക്ഷങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്നതിന് കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രണാങ്കണത്തിലെ രക്തം സാക്ഷി. ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ മഹാമോശക്കാരൻ, വർഗ്ഗവഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ പച്ചക്കള്ളങ്ങൾ, PR ജേണലുകളുടെ പ്ലാന്റിംഗ് വാർത്തകളടക്കം പ്രൊപ്പഗാണ്ടകൾ ഓവർടൈം പണിക്കിടയിലാണ് വീണ്ടും ഒരു ഫണ്ട് തട്ടിപ്പ് ആരോപണം വരുന്നുണ്ട്. തലസ്ഥാനത്താണ് 2008 അരുംകോല പേര് സഖാവ് വിഷ്ണു. മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, 2 തവണ കരാട്ടെ ദേശീയ ചാമ്പ്യൻ, 4 തവണ സംസ്ഥാന ചാമ്പ്യൻ. നേർക്കുനേരടിച്ചാൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലെന്ന ബോധ്യത്തിൽ ധൈര്യമില്ലാത്ത ഭീരുക്കൾ തലയ്ക്ക് പിന്നിൽ വെട്ടിവീഴ്ത്തിയതാണ്. ആ ചതിപ്രയോഗത്തിൽ കൊലപ്പെടുത്തിയ വേദനയ്ക്ക് ഇരട്ടി വേദനയാണ് വിഷ്ണുവിന്റെ കൂടപ്പറപ്പുകൾക്ക് അവന്റെ പേരിൽ പിരിച്ച പണത്തിലും കാട്ടിയ വഞ്ചന. അന്ന് പിരിച്ച 10 ലക്ഷത്തിൽ അമ്മയുടെ കയ്യിൽ കൊടുത്ത 5 ലക്ഷം, ബാക്കി 5 ലക്ഷം സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റി മുഖ്യതിന് നടപടി നേരിട്ട ഒരുത്തനെ CITU ജില്ലാ നേതാവാക്കി ഉയർത്താനുള്ള തീരുമാനത്തിൽ അങ്ങേയറ്റം വേദനിച്ച പാർട്ടിയുമായി പതിറ്റാണ്ടുകളുടെ പൊക്കിൾക്കൊടി ബന്ധം മതിയാക്കാൻ തീരുമാനിക്കലാണ് ഒരു രക്തസാക്ഷി കുടുംബം. മാറ്റിവെച്ച പണം ഏതോ കൌണ്ടർ കേസിന് കൊടുത്തുവെന്നാണ് KK രാഗേഷ് ഫോർമാറ്റിൽ ഒരു ദുർബല ന്യായീകരണം. ഏത് കേസ് നടത്തൽ? ആ പ്രോസിക്യൂഷന്റെ വമ്പൻ പരാജയത്തിൽ പ്രതികൾ 13 RSSകാർ എന്നേ കുറ്റഭക്തരെ ഇറങ്ങിപ്പോയതാണ്. ആ ഉപ്പിടാമൂട് പാലത്തിനടുത്ത് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ സ്മരണാരൂപത്തിൽ എല്ലാത്തിനും മൂകസാക്ഷിയായി നിൽപ്പുണ്ട്. ഭാവിയുടെ കായിക വാഗ്ദാനമാകേണ്ട ഒരുത്തൻ, കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ സഖാവ് വിഷ്ണു. നേരത്തെയും പറഞ്ഞതാണ്, ഈ ഫണ്ട് തട്ടിപ്പുകൾ സത്യമാണെങ്കിൽ ബാക്കി എല്ലാ ഫണ്ടും വിട്ടേക്കാം. രക്തസാക്ഷിയുടെ ചോരപുരണ്ട പണത്തിലും ആർത്തിക്കണ്ണ് വെക്കാൻ കൈവിറക്കുന്നില്ലെങ്കിൽ തട്ടിപ്പുകാരാ നിനക്കൊക്കെ. എന്തോന്ന് കമ്മ്യൂണിസ്റ്റ് വികാരം, എന്തോന്ന് പാർട്ടി.